ഹലോ, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു രാഗി സേമിയയുടെ ഒരു ഉപ്പുമാവാണ് കേട്ടോ. അത് അറിയുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവർ ചെയ്ത് നോക്കട്ടോ. നമ്മൾ ഡയബറ്റീസ് ഉള്ളവർ, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാൻ അപ്പോൾ ഇതാ ക്യാരറ്റും ഉള്ളിയും മാത്രമാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇട്ടെടുക്കുക, ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് അതുപോലെ. ഉള്ളി ഒന്ന് നല്ല ചെറുതാക്കി അരിയുക കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റും ചെറുതാക്കിയിട്ട് അരിയാം. എന്നിട്ട് ഇതൊക്കെ ചെറുതാക്കി അരിയുമ്പോൾ വലിയ പീസ് ഇങ്ങനെ കടിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ സെയിം ഉപ്പുമാവ് ഉണ്ടാക്കണ മാതിരി തന്നെ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഉപ്പിട്ടെടുക്കുക. എന്നിട്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ രായസേമിയ, നമ്മൾ എത്രയാണോ രായസേമിയ എടുത്തിക്കണ് ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. രായസേമിയ കുറച്ച് സോഫ്റ്റായ കാരണം ഒന്നിങ്ങനെ സ്റ്റിക്കി ആവട്ടോ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ എന്താ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിതിവിടെ 3 ആൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്ര ക്വാണ്ടിറ്റി എടുത്തേക്കണത്. 3 ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതുകൊണ്ടൊരു ഉപ്പുട്ടുണ്ടാക്കും കേട്ടോ, ഉപ്പുമാവ് അല്ലാണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ പിന്നെ ഒരു വീഡിയോസിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്താ വെള്ളമൊക്കെ തിളച്ച് ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ ഞാൻ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ ഇട്ടെടുക്കുക. ഇത് നമ്മൾ സാധാ സേമിയനേക്കാളും കുറച്ചും കൂടി സ്റ്റിക്കിയാണ്. രായി ആയത് കാരണം കുറച്ച് സ്റ്റിക്കി ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കറി വെക്കണ്ട. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് എടുക്കുക. എന്നിട്ട് നല്ലൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്തെടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ആവശ്യമുള്ളവർ തേങ്ങ ചേർത്തെടുക്കുക, അല്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു പിടി തേങ്ങ അത്ര മതി. ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങളിത് രാത്രിയാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് സലാഡൊക്കെ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിത് അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.